ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്ക്ലീൻ തിങ്സ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം എത്തിയില്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇത് പൂജാമുറി കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നേരെ ഞാനിത് തിരുവോണത്തിൻ്റെ ഒരു വലിയൊരു പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പായിരുന്നു കേട്ടോ നോക്കിയത്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ അരിഞ്ഞു വെച്ചു, കുറച്ചൊക്കെ ഇനി അരിയാനുണ്ട്. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് പല ടൈപ്സ് ഓഫ് റോസ് കണ്ടത്. ഓറഞ്ചിൽ, യെല്ലോ, അതേപോലെ നമ്മൾ സാധാരണ കാണുന്ന റെഡിൽ വരുന്നത്. അപ്പോൾ ഇതെനിക്കൊരു കൗതുകമായിരുന്നു കേട്ടോ, പല കളറിലുള്ള റോസുകൾ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ എന്നൊരു വലിയൊരു പൂക്കളാണ് ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പൂത്തറയില്ല, അതിന് പകരം ഒരു ബോർഡിൽ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് വരച്ചു, അതിനുശേഷം അതിലേക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ച് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു നോക്കിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തു. ഇനി അതേപോലെ ഞങ്ങൾ ഇനി കൊലായിലിടും. അതേപോലെ തന്നെ കൊലായിലേക്ക് ഇടുമ്പോൾ ഇതേപോലെ കുറച്ച് ഡിസൈനൊക്കെ വരച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊലായിലേക്കുള്ള ഡിസൈൻ വരച്ചു വന്ന് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പൂക്കളം ആയിട്ടുള്ളത്. അപ്പോൾ ഉള്ള പൂക്കൾ കുറച്ചധികം പൂക്കളും ബാക്കി വന്നു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തു. അങ്ങനെ പൂക്കളൊന്നും വേസ്റ്റ് ആക്കാതെ വാങ്ങിയ എല്ലാ പൂക്കളും മാക്സിമം യൂസ് ചെയ്തിട്ട് നല്ലൊരു തിരുവോണ പൂക്കളാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരുടെ വീട്ടിലും തിരുവോണപ്പൂക്കളൊക്കെ ഇട്ടോ? നല്ല ഉഷാറ് പൂക്കളൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമല്ലേ നമ്മുടെ ഉച്ചയത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ നമ്മുടെ ഒരു വെജിറ്റേറിയൻ സദ്യയാണ്. ഇതിൻ്റെ കൂടെ പപ്പടം കൂട്ടി പിടി പിടിച്ച ഉഷാറ് തന്നെയല്ല. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു പകുതി എത്തുന്നത് ഈ ഒരു സദ്യയോട് കൂടിയാണ്. പിന്നെ ഇതാ നമ്മുടെ ഓണം അവസാനിക്കുന്നത് നല്ലൊരു പാലട പ്രഥമൻ പായസത്തോടു കൂടി. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം അവസാനിച്ചു. ഹാപ്പി ഓണം.